എല്ലാവർക്കും ഹേ ഒപ്പീനിയർക്ക് സ്വാഗതം. ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് വീഡിയോസ് ഒന്നും അധികം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഞാനൊരു എഡിറ്റോറിയൽ പോളിസി സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഈ ചാനലിനെ ബേസ് ചെയ്ത് പോകുന്ന കോണ്ടന്റ്സും കാരണം ഇതിനു മുമ്പ് വരെ ഞാൻ ചെയ്തിരുന്നതും. അപ്പോൾ എനിക്ക് ഈ വീഡിയോയുടെ ടൈറ്റിൽ കണ്ട പോലെ തന്നെ ഹേ ഒപ്പീനിയൻസ് യെസ്റ്റർഡേ ടുഡേ ടുമാറോ, അതായത് ഈ ഒരു ചാനൽ ഇന്നലെ എങ്ങനെയായിരുന്നു, ഇന്ന് എങ്ങനെയായിരിക്കും, നാളെ എങ്ങനെയായിരിക്കും, ആ ഒരു രീതിയിൽ ഈ ചാനലിനെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. കാരണം ഇന്നലകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇതിൽ മെയിനായിട്ട് മൂവി റിവ്യൂസ് തന്നെയാണ് ഞാൻ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതല്ലെങ്കിൽ അതിന് മുമ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ തിയേറ്റർ റിലേറ്റഡ് ആയിട്ടും ഈ രണ്ട് കോണ്ടന്റാണ് ഞാൻ ഇതുവരെ കൊടുത്തിരുന്നത്. അപ്പോൾ ഇന്ന് മുതൽ, അതായത് ഇൻഡസ്ട്രി ബേസ് ചെയ്തിട്ടുള്ള സിനിമ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി ബേസ് ചെയ്തിട്ടുള്ള എന്ത് തരത്തിലുള്ള വീഡിയോസും ഇന്ന് മുതൽ ഈ ഒരു ചാനലിൽ ഉണ്ടാവും. അതും അത്യാവശ്യം വാല്യൂ ഉള്ള കോണ്ടന്റ് ആണെങ്കിൽ മാത്രം മാക്സിമം ഞാൻ ഒരു വീഡിയോ ഒരു ദിവസം വെച്ചിടാനായിട്ട് ശ്രദ്ധിക്കുക. പക്ഷേ എന്തായാലും ഒരു ദിവസം മാക്സിമം ഒരു 3-4 ഷോർട്സ് വെച്ചിട്ട് ഞാൻ എന്തായാലും പബ്ലിഷ് ചെയ്യും. കാരണം ഇൻഡസ്ട്രിയിൽ ഇഷ്ടം പോലെ അപ്ഡേറ്റ്സ് ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനതെൻ്റെ എക്സ് പ്ലാറ്റ്ഫോമിൽ, അതായത് ഞാൻ ഈ ഒരു യൂട്യൂബിൽ വീഡിയോസ് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നില്ലെങ്കിലും കറക്റ്റ് എല്ലാ ദിവസവും ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ട് എൻ്റെ എക്സ് പ്ലാറ്റ്ഫോമിൽ ഇട്ടുണ്ടോകുന്നുണ്ട് ഓരോ കാര്യങ്ങൾ. പക്ഷേ എക്സിൽ എനിക്ക് അറിയാമല്ലേ, ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം നമുക്ക് ഇപ്പോൾ ഒരു സബ്ജക്റ്റിനെ ബേസ് ചെയ്ത് എഴുതുകയാണെങ്കിൽ തന്നെ ഇത്ര ലെറ്റേഴ്സ് എഴുതാൻ പാടുള്ളൂ എന്നൊക്കെ ഉണ്ട്. പക്ഷേ അത്രയും ഞാൻ എന്തായാലും എൻ്റെ എക്സിൽ ഒരു 30-40 അപ്ഡേറ്റ്സ് ഒരു ദിവസം വെച്ച് ഇടാറുണ്ട്. കാരണം അത്രയും ഇൻഡസ്ട്രി വൈസ് നോക്കുമ്പോൾ നമ്മൾ മലയാളം മാത്രമല്ല നോക്കാം, മലയാളം, തമിഴ്, തെലുങ്ക്, അതായത് സിനിമയുമായി ബന്ധപ്പെട്ട എന്ത് കാര്യവും വാല്യൂ ഉള്ള എന്താണെങ്കിലും ഞാൻ അതിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് അതിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും ഷോർട്സ് ആയിട്ട് ഞാൻ ഈ ഒരു ചാനലിൽ ഇനിയൊട്ട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ ടുഡേ, ഇന്നോട്ടുള്ള ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ടുമാറോ വരുമ്പോഴേക്കും കുറച്ചും കൂടി നല്ല രീതിയിലുള്ള വേറെ കോണ്ടന്റ് ട്രൈ ചെയ്യാൻ നോക്കും. പക്ഷേ അതിനൊക്കെ ട്രൈ ചെയ്യണമെങ്കിൽ, അതായത് അതിൻ്റെ പ്രൊഡക്ഷൻ ചെയ്യണമെങ്കിൽ തന്നെ അത്യാവശ്യം കോസ്റ്റ്ലി ആയിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾ ഓപ്പണായി പറയാം, കാരണം ഞാൻ ഇതിൽ വലിയ ബഡ്ജറ്റും ഇതൊന്നും എന്താ പറയുക ഇൻവെസ്റ്റ്മെൻറ്റും ചെയ്തിട്ടല്ല ഞാനിപ്പോൾ ഈ ഒരു ചാനൽ റൺ ചെയ്യണം. മെയിൻ ഇതിപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് പോലും എൻ്റെ സ്മാർട്ട് ഫോൺ വെച്ചിട്ടാണ്. പിന്നെ എൻ്റെ ലൈറ്റിംഗ് സെറ്റപ്പ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു ഡൈപ്പ് സെറ്റപ്പാണ്. ആ ഒരു മിനിമം ലൈറ്റും പിന്നെ ഈ ഒരു ക്യാമറയും, പിന്നെ ഞാൻ എൻ്റെ ചാനൽ മൊത്തം കൺട്രോൾ ചെയ്യാൻ എൻ്റെ ചെറിയൊരു ലാപ്ടോപ്പിലാണ്, അതിൽ വെച്ചിട്ട് ഞാൻ എഡിറ്റിംഗ് നടത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ, പ്രീ പ്രൊഡക്ഷൻ, പോസ്റ്റ് പ്രൊഡക്ഷൻ എല്ലാം ഞാൻ തന്നെയാണ്. അതെല്ലാ ക്രിയേറ്റേഴ്സും സ്റ്റാർട്ടിങ് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ ആയിരിക്കും എല്ലാം ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു ഡിലേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാം. കാരണം നമ്മളൊരു കാര്യം ഒരു ചിന്ത ഉണ്ടായിട്ടാണല്ലോ അത് ഒരു വീഡിയോ ഇട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് പിന്നെ അത് പബ്ലിഷ് ചെയ്യുന്ന ഇതൊക്കെ കാണുമ്പോൾ അത് നമുക്കൊരു 5 മിനിറ്റിൻ്റെ ഒരു വീഡിയോ, പക്ഷേ അതിൻ്റെ പ്രോസസ്സ് ശരിക്കും അത് ട്രൈ ചെയ്ത് നോക്കിയവർക്ക് അറിയാൻ പറ്റും. മണിക്കൂറുകൾ നീണ്ടു നിന്നിട്ടാണ് നമ്മളൊരു വീഡിയോ എന്തിനെക്കുറിച്ചാണെങ്കിലും പറയാമെന്നതിൻ്റെ അത് ഉണ്ടാക്കിയെടുക്കണം. ഞാൻ ഒരു തള്ളണല്ല, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ എന്തായാലും ഇനി മാക്സിമം അത്രയും അപ്ഡേറ്റ് ആയി തന്നെ ആയിരിക്കും ചാനൽ പോകുന്നുണ്ടാവുക. അപ്പോൾ എന്തായാലും ഇതുവരെ ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് കുറച്ച് ആൾക്കാരുണ്ട്, അതെനിക്ക് അറിയാം. അപ്പോൾ ഇപ്പോൾ എനിക്കറിയാത്ത ആൾക്കാർ പോലും അതിലിങ്ങനെ വ്യൂസായിട്ടും കമൻ്റായിട്ടൊക്കെ വരാറുണ്ട്. അപ്പോൾ കണ്ടിന്യൂ ആയി പോവുക. ഞാൻ എന്തായാലും വീഡിയോസ് എല്ലാം ഇനി കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് തന്നെ ചാനലിൽ പോസ്റ്റ് ചെയ്തായിരിക്കും. അപ്പോൾ ഹേ ഒപ്പീനിയൻസ് നാളെ തൊട്ട് വീഡിയോസ് എല്ലാം സ്ട്രോങ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ചാനലിൽ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഡേ തൊട്ട് പൊളിക്കാം.